ജീവിതത്തെ അതിൻ്റെ മൂല്യങ്ങൾ അറിഞ്ഞ് സ്നേഹിക്കാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ മൂല്യവത്തായ ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ കഴിയുമെന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ കേരള യുവജന സമ്മേളനത്തിൻ്റെ നഗരിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിമുക്തിയുടെ കൗണ്ടറിലാണ് കേരള സർക്കാരിന് കീഴിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിമുക്തിയുടെ SYSൻ്റെ സമ്മേളന നഗരിയിലെ സെൻറ്ററിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസറായിട്ടുള്ള ജദീർ സാറ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. സാർ, എന്തൊക്കെയാണ് വിമുക്തിക്ക് കീഴിൽ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സംസ്ഥാന സർക്കാർ 2016 ആരംഭിച്ച വലിയ ഒരു പ്രസ്ഥാനമാണ്. ലഹരിക്കെതിരെയുള്ള ശക്തമായ നിലയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇതിനെ പിടിച്ചുകെട്ടുക എന്നുള്ളത് തന്നെയാണ് 2016 മുതൽ നടത്തി വരുന്നത്. ഇതിന് കീഴിൽ ആ വർഷം മുതൽ തന്നെ എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂൾ തലങ്ങളിലും +2 തലങ്ങളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ ആരംഭിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരമായി നടത്തി വരുന്നു. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥർ എല്ലാ മാസം സ്കൂളുകൾ സന്ദർശിച്ചുകൊണ്ട് പ്രിൻസിപ്പളുമായും ലഹരി വിരുദ്ധ ക്ലബ്ബ് കൺവീനറുമായും ലഹരി വിരുദ്ധ ക്ലബ്ബിലെ അംഗങ്ങളുമായി സംവദിച്ചുകൊണ്ട് സ്കൂളിലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുവാൻ വേണ്ടിയിട്ടാണ് സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും അത്തരത്തിലുള്ള ആശയം വെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് വിമുക്തി പ്രവർത്തനങ്ങളുടെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ കോർപ്പറേഷനുകളിലും ജനകീയ ജാഗ്രതാ സമിതി ലഹരി വിരുദ്ധ ക്ലബ്ബ് ആരംഭിച്ചുകൊണ്ട് ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ അവിടെ നിന്ന് പഠിച്ചു മനസ്സിലാക്കാനും അവിടെ നിന്ന് ലഭിക്കുന്ന പരാതികൾ പരിഹരിക്കാനും വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ വാർഡുകളിലും ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് അത്തരത്തിലും സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ലഹരിക്കെതിരെ കടുത്ത പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് ചെയ്യുന്നു. ഇനി ഇതുകൂടാതെ റെസിഡൻസ് അസോസിയേഷൻ, അയൽക്കൂട്ടം, അതേപോലെ തന്നെ വായനശാലകൾ തുടങ്ങി ആരൊക്കെ ഇതുമായി സഹകരിക്കാനായിട്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുണ്ടോ അവരോടെല്ലാം തന്നെ സഹകരിച്ചുകൊണ്ട് അവിടങ്ങളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ ആരംഭിച്ചുകൊണ്ട് ഈ രീതിയിൽ ബോധവൽക്കരണ ക്ലാസുകൾ നൽകിക്കൊണ്ട് ഒപ്പം തന്നെ കുട്ടികളുടെ കായികക്ഷമത മാനസികോല്ലാസം വളർത്തുന്നതിനായി കുട്ടികൾക്ക് ഫുട്ബോൾ ലഹരി എന്നുള്ള പേരിലും ക്രിക്കറ്റ് ലഹരി എന്ന പേരിലും വോളിബോൾ ലഹരി എന്ന പേരിലും ചെസ് ലഹരി എന്ന പേരിലും ഒപ്പം തന്നെ കലാശേഷി വളർത്തുന്നതിനായി ചിത്രരചനാ മത്സരങ്ങളും തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. തീർച്ചയായും എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹം അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയെ കരകയറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് സർക്കാർ ഈ ഒരു വിമുക്തിയുമായി മുന്നോട്ട് പോകുന്നത്. സാർ, ഇതിൽ നമ്മളുടെ ഇതിൻ്റെ ചില ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് കേന്ദ്രീകൃതമായിട്ട് അതെങ്ങനെയാണ് ഇതിനൊരു സ്ഥാപനവൽകൃതമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിട്ടുപോയതാണ്. കോളേജുകളിൽ 2 ലഹരി വിരുദ്ധ ക്ലബ്ബുകളും ആരംഭിച്ചിട്ടുണ്ട്. ശ്രദ്ധ എന്ന പേരിൽ അതേപോലെ തന്നെ നേർക്കൂട്ടം എന്ന പേരിൽ 2 ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രദ്ധ എന്ന് പറയുന്ന ക്ലബ്ബ് ഹോസ്റ്റൽ ബേസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്. നേർക്കൂട്ടം എന്നുള്ളത് കോളേജിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നു. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, ഈ ലഹരി വിരുദ്ധത്തിന് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ, വിവിധങ്ങളായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സർക്കാർ എല്ലാ ജില്ലകളിലും എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ 14 ജില്ലകളിലും ഡി അഡിക്ഷൻ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ സാധാരണ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ഡി അഡിക്ഷൻ കേന്ദ്രം ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാത് ജില്ലകളിൽ ഇതേപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിനോട് ചേർന്നുകൊണ്ട് ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് കൗൺസിലിങ്ങിന് ഒരു വേദി ഉണ്ടായിരിക്കും അവിടെ. ഒപ്പം സൈക്കാട്രിസ്റ്റ് ഡോക്ടറുടെ സേവനം അവിടെ ലഭ്യമാണ്. കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനവും അവിടെയുണ്ട്. അപ്പോൾ അത്തരം അതല്ലാതെ ഇങ്ങനെ ഒരു ഡി അഡിക്ഷൻ കേന്ദ്രം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പിൽ ചെയ്യുന്നതിന് ഒപ്പം തന്നെ ആർക്കും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിമുക്തി ടോൾ ഫ്രീ നമ്പർ 14405 എന്ന പേരിൽ സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി കൊടുത്തിട്ടുണ്ട്. ഈ സമ്മേളന നഗരിയിലും ഇത് വിതരണം ചെയ്യുന്നുണ്ട്. ഈ 14405 വിളിച്ചാൽ ടെലി കൗൺസിലിംഗ് സംവിധാനത്തിലൂടെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി
അവരെ ഇത്തരം പ്രശ്നങ്ങൾ എവിടേക്കാണ് അവരെ ഡൈവേർട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും ഈ ഒരു സംവിധാനം വഴി എന്താണ് പറയുക, ഈ ബുദ്ധിമുട്ടുള്ള ആളുകളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിമുക്തിയുടെ ഭാഗമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇതിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും വകുപ്പിൻ്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയ, ജനങ്ങളോട് കൂടുതൽ അടുപ്പിച്ച ഒരു പരിപാടിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്കൂളുകൾ സന്ദർശിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഒക്കെ ക്ലാസ് കൊടുക്കുന്നത്. അപ്പം അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഈ പ്രവർത്തനം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായ എല്ലാ ബഹുമാനവും അതാത് സ്കൂളുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ജില്ലയിൽ തന്നെ ഇപ്പോൾ ഡിസംബറായി, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മാസവും ലഹരി വിരുദ്ധ ക്ലബിന്റെ മീറ്റിംഗ് നടന്ന സ്കൂളുകൾ ഈ ജില്ലയിലുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ എല്ലാ മാസവും ഒരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അത് ജനങ്ങളുടെ ഇടയിൽ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ട് അംഗീകാരവുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, SYS സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു സ്റ്റാൾ അനുവദിച്ച് തന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ SYS ദേശമംഗലം യൂണിറ്റ് കൃത്യമായി തന്നെ ഈ ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്, വിമുക്തി ടോൾ ഫ്രീ നമ്പർ, അതേപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട നമ്പറുകൾ, അധ്യാപകർക്ക് വിദ്യാർത്ഥികളിൽ കാണുന്ന പ്രശ്നങ്ങൾ അറിയിക്കാനുള്ള നേർവഴി എന്ന് പറയുന്ന നമ്പറുകൾ അടങ്ങിയ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അത് ഈ സമ്മേളന നഗരിയിലേക്ക് വരുന്ന 10,000-കണക്കിന് ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രവൃത്തിയാണ് ഇത്, തീർച്ചയായിട്ടും മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആര് ഈ പ്രവർത്തനമായി, ലഹരി വിരുദ്ധ പ്രവർത്തനമായി സഹകരിച്ചാലും ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ എവിടെയും പോയി ഒന്നും വാങ്ങിക്കാതെ, എന്ന് പറഞ്ഞാൽ ഒരു മൊമെന്റ് പോലും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത്. അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. അപ്പോൾ അതൊക്കെ ആളുകളോട് കൂട്ടം ചേർന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നു. SYS യൂണിറ്റിന്, ഈ സംസ്ഥാന സമ്മേളനത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് സിവിൽ എക്സൈസ് ഓഫീസറായിട്ടുള്ള ജദീർ സാറാണ്. വിമുക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൈമാറിയിട്ടുണ്ട്. തീർച്ചയായും ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമൂഹം ഇത്തരം സംഘാടനങ്ങളെ അതല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകളെ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് ക്രമാതീതമായ ഇത്തരം അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിൽ നിന്ന് കരകയറണമെന്ന ബോധ്യമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമാകുന്ന, ഓരോരുത്തരും വളണ്ടിയർമാരാകുന്ന, ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരായി മാറുക എന്നുള്ളത് കാലം ആവശ്യപ്പെടുന്ന ഒന്നുകൂടിയാണ്. വിമുക്തി പോലുള്ള ഇത്തരം കൂട്ടായ്മകൾക്ക് എല്ലാവിധ പിന്തുണകളും എല്ലാ മനുഷ്യരിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു കെട്ടുറപ്പുള്ള സമൂഹമായി, മാനസികാരോഗ്യമുള്ള അതല്ലെങ്കിൽ ശാരീരിക ക്ഷമതയുള്ളൊരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ വളർന്നു വരികയുള്ളൂ എന്ന കൂടെ ഒരു മുൻകരുതൽ കൂടിയാണ് ഈ വിമുക്തി നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്.